Hello guys, welcome to Phone YouTube channel. So, we will see Galaxy S23 Ultra versus Galaxy S22 Ultra comparison review. So, I already camera comparison and the link in the description. So, do check out Galaxy S23 Ultra versus Galaxy S22 Ultra Antutu Benchmark. So, Snapdragon 8 Gen 2 for Galaxy and Snapdragon 8 Gen 1. So, this is the Galaxy S23 Ultra scores are 11,87,000 score and the Galaxy S23 Ultra just 8,70,000 difference and CPU 2,50,000 versus 1,90,000 നല്ല ഡിഫറൻസ് ഉണ്ട് ആൻഡ് ഇവിടെ 5 ലക്ഷം നമ്മുടെ GPU വന്നിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് 3,62,000 ഉള്ളൂ ഓക്കെ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് മെമ്മറിയിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ബിക്കോസ് UFS 4 ആണ് വന്നിരിക്കുന്നത് UFS 3.1 ആണ് ആൻഡ് നമ്മുടെ UX നമുക്ക് UK ആയിട്ട് നോക്കാം UX വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1,60,000 വേഴ്സസ് 1,84,000 ആണ് S23 Ultra വന്നിരിക്കുന്നത് ഇത് 1,60,000 ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെ നല്ല മെമ്മറിയിലെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് നമുക്ക് ആ ക്വിക്കായിട്ട് സ്റ്റോറേജ് ടെസ്റ്റുകൾ ചെയ്യാം സോ സ്റ്റോറേജ് ടെസ്റ്റ് നൗ ഓക്കെ ഇവിടെ നല്ല ഡിഫറൻസ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ ഡബിൾ ദ ഡിഫറൻസ് ആണ് 63,000 വേഴ്സസ് 1,33,000 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ജസ്റ്റ് സ്കോഴ്സ് റീഡ് സ്പീഡ് നോക്കിയറിയാം 53K വേഴ്സസ് ജസ്റ്റ് 27K ഉള്ളൂ റൈറ്റ് സ്പീഡ് 44K വേഴ്സസ് ജസ്റ്റ് 20K നമുക്ക് കിട്ടുന്നുള്ളൂ ആൻഡ് റാൻഡം ആക്സസ് സ്പീഡ് 35K വേഴ്സസ് ജസ്റ്റ് 15K ആണ് സോ ഇൻസെയിൻ ഡിഫറൻസ് ഉണ്ട് രണ്ട് തമ്മിൽ നമ്മുടെ ബിക്കോസ് LPDDR5X ആണ് S23 Ultra ഇത് LPDDR5 ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ UFS 3.1 ഇത് UFS 4 ഓക്കെ സോ ഡെഫിനറ്റ്ലി ആ ഏരിയയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് CPU roll test okay so it is on the default settings so starting in 3 2 1 and go. സോ നമ്മുടെ CPU ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് നിങ്ങൾ നോക്കിയറിയാം ഇതിൻ്റെ ജിപ്സ് ദറ്റ് മീൻസ് ആ സ്കോർ 267 268 വേഴ്സസ് 212 അത് മീൻസ് ഡിഫറൻസ് ഉണ്ട് ത്രോട്ടിലിംഗ് നടക്കുന്നുണ്ടെങ്കിലും S23 Ultra'യുടെ സ്കോറാണ് കൂടുതൽ ജിപ്സ് കൂടുതൽ ദറ്റ് മീൻസ് 247 വേഴ്സസ് 213 1220 ആണ് ദറ്റ് മീൻസ് എപ്പോഴും ഒരു 2030 to 15 ഇടയ്ക്ക് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നുണ്ട് 265 വേഴ്സസ് 220 274 വേഴ്സസ് 222 സോ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻഡ് ആവും So you can see 78% throttling ആണ് CPU up to 78% of maximum performance and ഇവിടെ നമുക്ക് 70% ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ ആണ് സോ ഗാലക്സി S23 Ultra തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഡോൾബി അറ്റ്മോസ് ഓൺ ആണ് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ഗാലക്സി S22 Ultra ഓക്കെ സോ ഒരു വെരി ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അപ്രോക്സിമറ്റ്ലി 3% അടുത്തൊരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ ഡോൾബി അറ്റ്മോസ് ഓഫ് ആക്കി ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം സോ ഇപ്പോൾ നമ്മൾ ഡോൾബി അറ്റ്മോസ് ഓഫാണ് വൺസ് അഗെയിൻ ഓക്കെ S23 Ultra ഇനി നമ്മുടെ S22 Ultra ഓക്കെ സോ സ്പീക്കറിൻ്റെ കാര്യത്തിലുള്ള ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അപ്രോക്സിമറ്റ്ലി 3% അറൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് രണ്ട് ഡോൾബി അറ്റ്മോസ് ഓൺ ആൻഡ് ഓഫിൽ കാണിക്കുന്നുണ്ട് ഓക്കെ
നെക്സ്റ്റ് നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ ആൻഡ് ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഒറ്റടി നോക്കി കഴിഞ്ഞാൽ ക്യാമറ മൊഡ്യൂൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ട് നമ്മുടെ ഗാലക്സി S23 അൾട്രയ്ക്കകത്ത്. ആൻഡ് നോക്കിയറിയാം. ആൻഡ് ഈ സൈഡ് കണ്ടു, ഇതിൻ്റെ അലുമിനിയം ഫ്രെയിം ഇച്ചിരി റൗണ്ടഡ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് ഗ്ലാസ് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്താണ്. ദാറ്റ് മീൻസ് ആ കർവ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ അലുമിനിയം ഫ്രെയിം ഇട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ബ്ലെൻഡ് ആണ്. ഇങ്ങനെ റണ്ണിങ് ആയിട്ടുള്ള കർവ് ഇങ്ങനെ പോയി ഇവിടെ വരെയുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൺ ചെയ്ത് വന്ന് നമ്മൾ ഈ അലുമിനിയം ഫ്രെയിം ഇട്ട് വന്ന് നിർത്തും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോക്സി ഡിസൈൻ, പിന്നെ ആ റൗണ്ടഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ കുറച്ചും കൂടി ഒരു ഫ്രിം ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ച് നമ്മുടെ S22 Ultra വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രിം ഗ്രിപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ കോണിംഗ് ഉള്ള വിക്ടസ് പ്ലസ് ആണ് S22 Ultrയുടെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്കും വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് വിക്ടസ് പ്ലസ് ആണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് വിക്ടസ് 2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ടസ് 2 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം തന്നെ. നമ്മുടെ ആ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് മാറ്റ് ഒന്നും ആവാത്തൊരു മാറ്റ് ഫിനിഷാണ് രണ്ടിലും വന്നിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടോ ഗ്രീൻ കളർ പെയിൻ്റിരിക്കണേ. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ആണ്. സോ സെറ്റിങ്സ്, ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേ എടുത്ത് നമ്മൾ ഓക്കെ നമ്മൾ നോക്കിയറിയാം നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഉണ്ട്. സോ ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഫുൾ HD പ്ലസ് ആണ് നടക്കുന്നത്. നമ്മൾ നേരെ മാറ്റി നമ്മുടെ ക്വാഡ് HD പ്ലസ് മാക്സിമം റെസൊല്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇച്ചിരി ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും കേട്ടോ. ഇനി നമ്മുടെ സ്ക്രീൻ മോഡ് രണ്ടും വിവിഡാണ് നടക്കുന്നത്. ഓക്കെ, അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ മോഷൻ സ്മൂത്ത്നെസ് അഡാപ്റ്റ്, ദറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദറ്റ് മീൻസ് 1 to 120 ഹെർട്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിഫ്രഷ്മെൻറ്റ് എന്ന സംഭവമാണ് മോഷൻ സ്മൂത്ത്നെസ്. സോ അഡാപ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കാനാണെങ്കിൽ, പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത്ര വിലയുള്ള ഫോൺ ഒബ്വിയസ്ലി ആ 120 ഹെർട്സ് സൂപ്പർ സ്മൂത്തായിട്ട് യൂസ് ചെയ്യുകയാണ് ഏറ്റവും അടിപൊളി. ഓക്കെ, നമുക്ക് എൻ്റെ ബ്രൈറ്റ്നസ് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഞാൻ ബ്രൈറ്റ്നസ് മാക്സിമത്തിലാണ് കണ്ടുവിട്ടേക്കണം. ഞാൻ ടോപ്പ് ആക്കാം. ഫുള്ള് ഇപ്പോൾ മാക്സിമം ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഡാറ്റയുടെ വീഡിയോ കമ്പാരിസൺ. സോ ഗൈസ് നമ്മുടെ ഡിസ്പ്ലേ കമ്പാരിസൺ. ഓക്കെ, രണ്ടും ഒക്കെ ആയിട്ടാണ് വലിയ ഡിഫറൻസ് അറിയാൻ പറ്റുന്നില്ല എനിക്ക്. ഇതാണ് നമ്മുടെ ഗാലക്സി S22 Ultra, ഇതാണ് നമ്മുടെ S23 Ultra. ഓക്കെ, ഡിഫറൻസ് ഒന്നും പറയാനില്ല, രണ്ടും പക്ക സാധനങ്ങൾ. ഓക്കെ, കളറിൻ്റെ ഡിഫറൻസോ വൈബ്രൻസിയുടെ ഡിഫറൻസോ ബ്രൈറ്റ്നെസ് ഡിഫറൻസോ ഒന്നുമില്ല. ഓക്കെ, കുറച്ചും കൂടി ഏരിയാസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഗൈസ് ബൈ നമ്മുടെ വീഡിയോയുടെ കാര്യത്തിൽ ഒരു ഡിഫറൻസും പറയാനില്ല, രണ്ടും പക്കയാണ്. നമ്മുടെ S23 Ultra ആയാലും S22 Ultra ആയാലും ടൈ. നെക്സ്റ്റ് നമ്മുടെ UI നോക്കുവാണെങ്കിൽ നമ്മുടെ UI 5.1 ആണ് നമ്മുടെ S23 Ultra വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കണ്ടിട്ട് ആൻഡ് സെറ്റിങ്സ്. നമ്മുടെ S22 Ultra നോക്കാം. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഇത് UI 5ഉം ഇത് UI 5.1 ആണ് വന്നിരിക്കുന്നത്. ബട്ട് ഒബ്വിയസ്ലി നമ്മുടെ ഗാലക്സി S23 അപ്ഡേഷൻ കിട്ടും. സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ഗാലക്സി S23 Ultra വേഴ്സസ് S23 Ultra ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കാം. സോ ജസ്റ്റ് റാപ്പിഡ് ടച്ച് ചെയ്യണേ കേട്ടോ. ഓക്കെ, S22 Ultra. ഓക്കെ ഫൈൻ, രണ്ടും പക്കയാണ്. ഒന്നോടെ ചെക്ക് ചെയ്യാം. എക്സാക്ട് സെയിം ടൈമിൽ നോക്കാം. 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഒരു ലൈറ്റ് മൈനർ ഫാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് S23 Ultra എന്ന് പറയാം. രണ്ട് ലോക്ക്ഡൗൺ. 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, സോ ലൈറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള S23 Ultra ഒന്നുമില്ല. ഒന്നോടെ രണ്ട് ലോക്ക് ചെയ്യാം. രണ്ട് എക്സാക്ട് ടൈമിൽ ഞാൻ അൺലോക്ക് ചെയ്യാമാണ്. 3, 2, 1 ആൻഡ് ഗോ. Okay, so minor faster. Once again in 3, 2, 1 and go. Okay, once again off. Exactly ആട്ടോ, രണ്ടും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ റെസ്ട്രിക്ഷൻ രണ്ടും പക്ക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. സോ രണ്ടും വന്നിരിക്കുന്ന 5000 mAh ബാറ്ററിയാണ്. പിന്നെ 45 വാട്ട് അഡാപ്റ്ററാണ് സപ്പോർട്ട് ചെയ്യുക. പക്ഷേ രണ്ടും ബോക്സിൽ അവൈലബിൾ അല്ല. എക്സ്ട്രാ പർച്ചേസ് ചെയ്യണമെങ്കിൽ 3000 രൂപ വരും. പിന്നെ ഒബ്വിയസ്ലി ബാറ്ററി ഡ്രെയിൻ കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മുടെ ഗാലക്സി S23 Ultrയ്ക്ക്. Gen 2 ആയാലും കുറച്ചുകൂടെ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. സോ 6% ബാറ്ററി ഡ്രോപ്പ് ആവുന്ന ഏരിയാസിൽ ജസ്റ്റ് 4% ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമുക്കിനി ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ദാറ്റ് മീൻസ് 15 വാട്ട് വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജ്. അതായത് നിങ്ങളുടെ വാച്ചസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ടാണ് ജസ്റ്റ് ഇതിൻ്റെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. സോ രണ്ടും അവൈലബിൾ ആണ്. സോ എക്സാക്ട് സെയിം തന്നെ, വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, സോ അത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള S23 Ultra വേഴ്സസ് നമ്മുടെ ഗാലക്സി S22 കമ്പാരിസൺ റിവ്യൂ. സോ ഗൈസ്, ദാറ്റ്സ് എവരിബഡി സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.